السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ അറിവ് അന്വേഷിച്ചുകൊണ്ടാണ്, ഇൽമ് തേടിക്കൊണ്ടാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. വിജ്ഞാനം നബിമാരുടെ അനന്തര സ്വത്താണ്. നബിമാർ അനന്തരമായി കൊടുക്കുന്നത് ദീനാറുകളോ ദിർഹമുകളോ അല്ല. അവരനന്തരമായി കൊടുക്കുന്നത് അറിവാണ്, വിജ്ഞാനമാണ്. ആ വിജ്ഞാനം ഒരുമിച്ച് കൂട്ടാനാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. അള്ളാഹു ഈ ഇരുത്തം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അറിവിന് ഒരു മധുരമുണ്ട്. ഇൽമ് പഠിക്കുന്നത് ആസ്വദിച്ച ഒരാൾക്ക് പിന്നീട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഒഴിവാക്കാൻ കഴിയൂല. അറിവിനൊരു അഡിക്ഷൻ ഉണ്ട്. ആ ആസ്വാദനം നമുക്ക് അനുഭവിക്കാൻ പറ്റിയാൽ പിന്നെ ഇൽമിന് വേണ്ടിയിട്ട് എത്ര റിസ്ക് എടുക്കാനും നമ്മൾ റെഡി ആയിരിക്കും. ഇൽമിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള തിരക്കുകളൊക്കെ നമ്മൾ മറന്നുപോകും. മുൻഗാമികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയാം. ഇമാം ദഹബി റഹിമഹുല്ലാഹു തആല ഇബ്നു അബി ഹാത്തിം അർ-റാസി റഹിമഹുള്ളയെ പറ്റിയിട്ട് പറയുന്ന വളരെ ചിന്തനീയമായ ഒരു അനുഭവമുണ്ട്. ഹിജ്റ 277 വഫാത്തായ വലിയ പണ്ഡിതനാണ് ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ല. അദ്ദേഹം കുറച്ചു കാലം മിസ്റിൽ ഉണ്ടായിരുന്നു. ഒരു 6-7 മാസങ്ങൾ മിസ്റിൽ അദ്ദേഹത്തിന്റെ പഠനകാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ പകരം മുഴുവൻ അവര് ഷെയ്ഖുമാരുടെ ദർസിലായിരിക്കും. ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് പോകും, അവിടുന്ന് പഠിക്കും, പിന്നെ അടുത്ത ഉസ്താദിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെയാണല്ലോ മുൻകാലത്തുള്ള പഠന രീതി. രാത്രി പഠിച്ച കാര്യങ്ങൾ അവര് റിവൈസ് ചെയ്യുന്നു, അത് എഴുതിയെടുക്കുന്നു. അതിൻ്റെതായ തിരക്കുകളാണ് പിന്നുള്ളത്. അങ്ങനെ ഒരിക്കൽ ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ഒരു ഷെയ്ഖിന്റെ അടുക്കലെത്തി. അപ്പൊ ഷെയ്ഖിന്റെ അടുത്ത് ചെന്നപ്പോ അദ്ദേഹം രോഗിയാണ്. ഇന്നത്തെ പോലെ മൊബൈലില്ല, വാട്സപ്പ് ഇല്ല, നേരത്തെ മെസ്സേജ് വരുന്നില്ല, എന്ന് ക്ലാസ് ഇല്ല, ദർസില്ല, എന്നൊന്നും അറിയാൻ പറ്റൂലല്ലോ. അപ്പൊ ഷെയ്ഖിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് അവർ അറിയുന്നത് ഷെയ്ഖ് സുഖമില്ല, അദ്ദേഹം രോഗിയാണ്, ദർസ് എടുക്കാൻ പറ്റൂല, പഠിപ്പിച്ചു തരാൻ കഴിയൂല. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് മടങ്ങുന്ന സമയത്ത് ഒരു മത്സ്യത്തെ അവർ കാണാൻ, അങ്ങാടിയിൽ വെച്ചിട്ട് മത്സ്യം വിൽക്കുന്ന ഒരാളെ കാണുന്നു. ആ മീന് അവർക്ക് നല്ല കൗതുകം തോന്നി. വില കൊടുത്ത ആ മീൻ അവര് വാങ്ങി വീട്ടിലേക്ക് പോയി. പിന്നെ അടുത്ത ദർസിന്റെ സമയമായി, അടുത്ത ഉസ്താദിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി. ആ മീൻ നന്നാക്കാനോ അത് മുറിക്കാനോ അത് പാകം ചെയ്യാനോ ഒന്നും അവർക്ക് നേരം കിട്ടിയിട്ടില്ല. അങ്ങനെ അവർ അടുത്ത ഷെയ്ഖിന്റെ അടുക്കിലേക്ക് പോവാൻ. പിന്നെ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അവരൊന്ന് ഫ്രീ ആകുന്നത്. 3 ദിവസം കഴിഞ്ഞാൽ ഒരു മീനിന്റെ അവസ്ഥ എന്തായിരിക്കും നമുക്കറിയാലോ. 3 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ അവർക്ക് ആ മീൻ നന്നാക്കാനും അത് പൊരിക്കാനും അത് കറി വെക്കാനും എന്നുള്ള സമയമില്ല. ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാഹു തആല പറയാണ്, ഞങ്ങളത് പച്ചക്ക് തിന്നും, ഞങ്ങൾക്ക് വേവിക്കാനുള്ള
നേരില്ലാത്തതുകൊണ്ട് ആ മീന് ഞങ്ങൾ പച്ചക്ക് കഴിച്ചു. എന്നിട്ട് ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാഹു തആല പറയുന്ന ഒരു അടിസ്ഥാനമുണ്ട്. ലാ യുസ്തതാഉൽ ഇൽമു ബിറാഹത്തിൽ ജസദ്. സുഖിയന്മാരായിട്ട് കഷ്ടപ്പെടാതെ അധ്വാനിക്കാതെ വെറുതെ ഇരുന്ന് പരിശ്രമിക്കാതെ ഇൽമിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാതെ യാത്ര ചെയ്യാതെ വെറുതെ അറിവ് കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. അപ്പോ കഷ്ടപ്പെടുന്നവർക്കാണ് ഇൽമ് കിട്ടുക. അറിവ് പഠിക്കുമ്പോൾ അങ്ങേയറ്റത്തെ താല്പര്യവും ആവേശവും നമുക്കുണ്ടാവണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലെത്തുന്ന മൂസാ നബിയുടെ കഥ വായിക്കുന്നുണ്ട്, ജീവിതം ഓതുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ എത്താൻ ഒരു കാരണമുണ്ട്. മൂസാ നബി ബനൂ ഇസ്രായേലുകാരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ. അപ്പൊ ഒരാൾ ചോദിച്ചു, അയ്യുന്നാസി അഅലം, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഇൽമുള്ള ആള്, അറിവുള്ള ആള് ആരാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ റസൂലാണ്, അള്ളാഹുവിന്റെ വഹി വരുന്നുണ്ട്. മൂസാ നബി പറഞ്ഞു, ഞാനാണ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അറിവുള്ള ആള്. ശരിക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയേണ്ടിയിരുന്നത് അള്ളാഹു ആലം എന്നാണ്. അള്ളാഹുവിനാണ് ഏറ്റവും നന്നായിട്ട് അറിയുക എന്ന മറുപടിയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയേണ്ടിയിരുന്നത്. അപ്പൊ മൂസാ നബി അള്ളാഹു തിരുത്തി കൊടുക്കാൻ, ആ പറഞ്ഞത് ശരിയായില്ല. മജ്മഉൽ ബഹ്റൈനിൽ എൻ്റെ ഒരു അടിമയുണ്ട്, ഹുവ അഅലമു മിൻക്, ആ അടിമ നിന്നെക്കാളും അറിവുള്ളവനാണ്. മൂസ, നീ അല്ല ഏറ്റവും അറിവുള്ള ആള്. ഉടനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഐ റബ്ബ് കൈഫ സബീലു ഇലൈഹി, എങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എത്താൻ കഴിയുക? അങ്ങനെയാണ് ഒരു കൊട്ടയില് മീനിട്ടിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ യൂഷ ബിൻ നൂനെയും കൂട്ടിയിട്ട് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിലേക്ക് പോകുന്നത്. ആ യാത്രക്കിടയിൽ യൂഷ ബിൻ നൂനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്ന വാക്ക് സൂറത്തുൽ കഹ്ഫിലുണ്ട്. വഇദ് ഖാല മൂസാ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംദിയ ഹഖബാ. മജ്മഉൽ ബഹ്റൈനിൽ എത്തുന്നത് വരെ ഞാൻ ഈ യാത്ര തുടരും. അത് എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നാലും അതിന് എത്ര സമയമെടുത്താലും പ്രശ്നമില്ല, അവിടെ എത്തുന്നത് വരെ ഞാൻ ഈ യാത്ര തുടരുന്ന. മൂസാ നബിന്റെ ആ ആവേശവും താല്പര്യവും നോക്കിയത്. ശരിക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ വഹിയുള്ള ഒരു റസൂലാണല്ലോ. അപ്പൊ എന്നെക്കാളും അറിവുള്ള ഒരാൾ മജ്മഉൽ ബഹ്റൈനിൽ ഉണ്ട് എന്നറിയുമ്പോൾ അയാളുടെ അടുക്കലേക്ക് ചെല്ലാനും അവിടുന്ന് ഇൽമ് പഠിക്കാനും അറിവ് നേടാനും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഇൽമ് പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് ആ ഒരു ആവേശവും താല്പര്യവും ഒക്കെയാണ്. അള്ളാഹു മരിക്കുന്നത് വരെ അറിവിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ, അറിവിന് വേണ്ടി പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആ ഒരു ടേസ്റ്റ് അനുഭവിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മള് പുതിയൊരു സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അള്ളാഹു ഈ യാത്ര കൂടുതൽ എളുപ്പമുള്ളതാക്കട്ടെ, ഭംഗിയുള്ളതാക്കട്ടെ. ഒരു ഫിഖ് പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തുടക്കം എന്ന നിലക്ക് നമ്മൾ കാണുന്ന സിലബസ് നമ്മൾ കൂടി ആലോചിച്ചിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ ശുറൂത്തുസ് സ്വലാത്ത് വ അർകാനുഹാ വ വാജിബാതുഹാ എന്ന കിതാബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം ഈ കിതാബിലൂടെ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. വലിയ ഒരു വിശാലമായിട്ടുള്ള ഒരു ഗ്രന്ഥമൊന്നുമല്ല, നല്ല ഖനമുള്ള കിതാബൊന്നുമല്ല ശുറൂത്തുസ് സ്വലാത്ത് എന്ന കിതാബ്. വളരെ ചെറിയൊരു ഗ്രന്ഥാണ്. പക്ഷെ ആ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ വളരെ അമൂല്യമാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകളും വാജിബാത്തുകളും റുക്നുകളും ഒക്കെയാണ് ആ ഗ്രന്ഥം വിശദീകരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ ദർസിൽ നമ്മൾ ജസ്റ്റ് ആ ഗ്രന്ഥത്തെ ഒന്ന് പരിചയപ്പെടുന്നു. അതുപോലെ തന്നെ നിസ്കാരം നമ്മൾ ഡെയിലി നിർബന്ധമായ നിലക്കും സുന്നത്തായ നിലക്കും നിർവഹിക്കുന്ന കാര്യമാണല്ലോ. അതിന്റെ ഒരു ശ്രേഷ്ഠതയും നിസ്കാരത്തെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 5 പ്രധാനപ്പെട്ട പോയിന്റുകളും
ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ടുമാണ് ഒന്നാമത്തെ ദർസിൽ ഒരു ആമുഖം എന്ന നിലക്ക് നമ്മൾ പഠിക്കുക. ആദ്യം നിസ്കാരത്തെ പറ്റിയിട്ടുള്ള 5 പോയിന്റുകൾ ഞാൻ പറയാം. നിങ്ങളെ കയ്യിലൊക്കെ നോട്ട് പുസ്തകം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അടുത്ത ദർസ് മുതൽ നമ്മൾ അത് കുറിച്ചു വെക്കാൻ ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും ഇമാം ബുഖാരിയെ പോലെയോ ഇമാം ദാറഖുത്നിയെ പോലെയുള്ള ഹിഫ്ള് ഇല്ലല്ലോ. അപ്പൊ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഇൽമ് 2 തരത്തിലാണ്. ഒന്ന് ഹിഫ്ളാണ്, മനപ്പാടുള്ളതാണ്. 2 നമ്മൾ എഴുതി വെക്കുന്നതാണ്. നമുക്കൊക്കെ എത്ര ഹിഫ്ളിന്റെ കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മൾ എഴുതി വെക്കുക, എഴുതി വെച്ചത് പിന്നീട് എടുത്ത് വായിക്കുക. അപ്പോഴാണ് നമ്മുടെ ഇൽമ ഒന്നുകൂടി വിശാലമാകുക, അതിലൊന്നുകൂടി ഉറപ്പുണ്ടാവുക. നിസ്കാരത്തെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിന് 5 തൂണുകളാണുള്ളത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 തൂണുകളിലായിട്ടാണ് അള്ളാഹു ഈ ഇസ്ലാം എന്ന കെട്ടിടത്തെ കെട്ടിപ്പടുത്തുയർത്തിയിട്ടുള്ളത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അതാണ് ഒന്നാമത്തെ റുക്ന്, ഒന്നാമത്തെ തൂണ്. രണ്ടാമത്തെ തൂണ് വ ഇഖാമിസ് സ്വലാഹ്, നിസ്കാരം മുറപ്രകാരം നിലനിർത്തലാണ്, നിർവഹിക്കലാണ്. അപ്പൊ നമ്മുടെ ദീനിന്റെ ഒരു തൂണാണ് നിസ്കാരം. ആ തൂണണ്ട് പൊളിഞ്ഞു പോയാലോ, നിസ്കാരം എന്ന തൂണില്ല എങ്കിൽ നമ്മുടെ ദീനില്ല. ഒരു ബിൽഡിങ്ങിന് 4 തൂണുകൾ ഉണ്ട് എങ്കിൽ അതിന്റെ ഒരു തൂണ് തകർന്നാല് പിന്നെ ആ ബിൽഡിങ്ങിന് നിലനിൽപ്പില്ല. ഒന്നാമത്തെ കാര്യം, നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ റുക്നാണ്, ഇസ്ലാമിന്റെ തൂണുകളിൽ ഒന്നാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 8ാമത്തെ ഹദീസാണ്. സഹീഹ് മുസ്ലിമിലെ 16ാമത്തെ ഹദീസുമാണ്. രണ്ടാമത്തെ കാര്യം, നാളെ ആഖിറത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആദ്യമായിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന കാര്യം നമ്മുടെ നിസ്കാരം. നമ്മുടെ നിസ്കാരത്തെ പറ്റിയിട്ടാണ് നമ്മുടെ റബ്ബ് ആദ്യം നമ്മളോട് ചോദിക്കുക. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. ഒരു അടിമയുടെ കർമ്മങ്ങളുടെ കാര്യത്തിൽ ആദ്യം അള്ളാഹു ചോദിക്കുന്ന കാര്യം ഓന്റെ നിസ്കാരത്തിന്റെ കാര്യമാണ്. ഫഇൻ സലുഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഓൻ കഴിച്ചിലായാൽ, രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, അതിൽ ഓൻ ഓക്കെ ആണ് എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൻ രക്ഷപ്പെട്ടു. വഇൻ ഫസദത്, ഞാൻ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ, നിസ്കാരത്തിന്റെ കാര്യം പ്രശ്നമാണ് എങ്കിൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ പരാജയപ്പെട്ടിരിക്കുന്നു, അവൻ നഷ്ടക്കാരനായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 413ാമത്തെ ഹദീസാണത്. അപ്പൊ നിസ്കാരം ആദ്യം നമ്മൾ ശരിയാക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നിസ്കാരത്തിന്റെ കാര്യം പ്രശ്നമാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. അതാണ് രണ്ടാമത്തെ ഒരു വിഷയം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ കാലം 23 വർഷങ്ങളാണ്. 40ാമത്തെ വയസ്സിൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി. പിന്നെ 23 വർഷങ്ങൾ നബിയുടെ പ്രബോധന കാലമാണ്. ആ പ്രബോധനം പൂർത്തിയാക്കി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങുന്ന സമയം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങൾ സംഭവ ബഹുലാണ്. സഹാബിമാരത് നമുക്ക് വളരെ വിശദമായിട്ട് വിവരിച്ചു തന്നിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ, ഉപ്പയുടെ സഹോദരന്റെ പുത്രൻ അബൂ ത്വാലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു പറയാണ്, കാന ആഖിറു കലാമി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അവസാനമായിട്ട് ഞങ്ങളോട് സംസാരിച്ച സംസാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് സഹാബ. നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയത്, നിങ്ങളുടെ അടിമകളുടെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇമാം അബൂ ദാവൂദ്
റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 5156 ഹദീസാണ്. 5156. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയത്താണ്. 23 വർഷത്തെ പ്രബോധനം കഴിഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ ഉമ്മത്തിനോട് വളരെ ഗൗരവത്തിൽ അള്ളാഹുന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് നിസ്കാരത്തിന്റെ കാര്യം. നമ്മൾ ആ നബിന്റെ വസിയത്തിന് എത്ര സ്ഥാനം നൽകുന്നുണ്ട്, അതിനെന്ത് വില കൊടുക്കുന്നുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. നാലാമത്തെ ഒരു പോയിന്റ്, മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ സമ്മാനമാണ്, ഗിഫ്റ്റാണ് നിസ്കാരം. സിദ്റത്തുൽ മുൻതഹായിൽ കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനപ്പുറത്തെത്തിയല്ലോ. അവിടെ വെച്ചിട്ട് അള്ളാഹുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ കാണുന്നില്ല, ഒരു മറക്ക് പിന്നിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുമായിട്ട് സംഭാഷണം നടത്തുന്നു. ആ രാത്രിയിൽ അള്ളാഹു ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയതാണ് നിസ്കാരം. ആദ്യം എത്ര വക്താണ് നിർബന്ധമാക്കിയത്? 50 വക്ത് നിസ്കാരമാണ് നിർബന്ധമാക്കിയത്. ആ 50 വക്തും വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. മൂസാ നബി ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളെ ഉമ്മത്തിന് കിട്ടിയത്? എന്താണ് നിങ്ങളെ ഉമ്മത്തിന് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളത്? 50 വക്ത് നിസ്കാരമാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ പറഞ്ഞു, കഴിയൂല, തിരിച്ചു പോണം, അള്ളാഹുവിനോട് കുറക്കാൻ പറയണം, 50 വക്ത് നിസ്കാരമൊന്നും താങ്ങൂല. അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചുപോയി, കുറച്ചു. വീണ്ടും മൂസാ നബിയുടെ അടുക്കലേക്ക് വന്നു, പിന്നെയും കുറക്കാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുന്നു, മൂസാ നബിയുടെ അടുക്കലേക്ക് വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറച്ച് അവസാനാണ് 5 വക്ത് നിസ്കാരമായിട്ട് അത് മാറുന്നത്. പക്ഷെ ആ 5 വക്ത് നിസ്കാരം നിർവഹിച്ചാൽ എത്ര വക്തിന്റെ കൂലി കിട്ടും? 50 വക്തിന്റെ കൂലി കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്, യാ മുഹമ്മദ് ഇന്നഹുന്ന ഖംസു സ്വലവാത്തിൻ കുല്ലു യൗമിൻ വലൈല ലികുല്ലി സ്വലാത്തിൻ അശ്റുൻ. അത് 5 നേരത്തെ നിസ്കാരമാണ്, രാവും പകലുമായിട്ട് 5 നേരമാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. എന്നാൽ ആ 5 നേരത്തെ നിസ്കാരത്തിന് 50 നേരത്തെ നിസ്കാരത്തിന്റെ കൂലി ഞാൻ തരുന്നതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യാണ്, അള്ളാഹുവിന്റെ ഔദാര്യാണ്. അപ്പൊ ആ റഹ്മത്തിന്റെ ആഴം എത്രയാണ് എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കുക. അപ്പൊ മിഅ്റാജിന്റെ രാത്രിയിൽ ഈ ഉമ്മത്തിന് അള്ളാഹു തന്ന ഗിഫ്റ്റാണ് നിസ്കാരം. 5-ാമത്തെ കാര്യം, നിസ്കാരം ഒഴിവാക്കുന്നവൻ കാഫിറാൻ, ഓന് ദീനിൽ നിന്ന് പുറത്താൻ, ഓന് മുസ്ലിം അല്ല. ഒറ്റ നിസ്കാരം ഒഴിവാക്കിയാൽ തന്നെ, ഇപ്പൊ ബോധപൂർവം ഒരാള് ഇന്ന് അസർ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക, സമയമായത് അറിഞ്ഞിട്ടുണ്ട്, ഓന് യാത്രക്കാരനൊന്നും അല്ല, ഓർക്ക് ഇളവൊന്നുമില്ല, മനഃപൂർവ്വം എന്ത് ചെയ്തു? അസർ നിസ്കാരം ഒഴിവാക്കി. ആ ഒറ്റ നിസ്കാരം ഒഴിവാക്കുന്നതോട് കൂടി തന്നെ ഓൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഷെയ്ഖ്മാരുടെയൊക്കെ ഫത്വയിൽ, ലജ്നത്ത് ദാഇമ, ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയുടെ ഫത്വയിൽ നമുക്കത് കാണാൻ കഴിയും. ഒറ്റ നിസ്കാരം ഒഴിവാക്കിയാൽ തന്നെ ദീനിൽ നിന്ന് പുറത്തു പോകും. ഒരാൾക്ക് നിസ്കാരം തീരെ ഇല്ല എങ്കിൽ ഒരു കാര്യത്തിൽ സംശയമില്ല, ഒറ്റ നിസ്കാരം ഒഴിവാക്കിയാൽ കാഫിറാകുമോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തീരെ നിസ്കരിക്കാത്തവനാണ് എങ്കിൽ ഓന് ദീനിൽ നിന്ന് പുറത്താണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇസ്ലാമില് ഒരു കർമ്മം ഒഴിവാക്കുന്നതോട് കൂടി ദീനിൽ നിന്ന് പുറത്തു പോകുന്നത് നിസ്കാരം മാത്രമാണ്. വേറൊരു കർമ്മവും ഒഴിവാക്കി എന്നതുകൊണ്ട് ദീനിൽ നിന്ന് പുറത്തു പോകുന്നില്ല, കാഫിറാകുന്നില്ല. റമളാൻ നോമ്പ് നിർബന്ധാണ്, റമളാനിലെ നോമ്പ് നിർബന്ധാണ്. അയാൾ മടി കാരണം ചെറുപ്പം മുതലേ മൂപ്പര് നോമ്പെടുക്കലില്ല, മൂപ്പർക്ക് തീരെ ശീലമില്ല, മടി കാരണം മൂപ്പര് നോമ്പെടുക്കുന്നില്ല. നിർബന്ധാന്ന് അറിയാം, നോമ്പെടുക്കാനുള്ള ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, രോഗിയൊന്നുമല്ല, പ്രായമായ ആളൊന്നുമല്ല, പക്ഷെ നോമ്പെടുക്കുന്നില്ല. അതുകൊണ്ട് അയാൾ ദീനിൽ നിന്ന് പുറത്തു പോകില്ല. പക്ഷെ അയാൾ ചെയ്യുന്ന വലിയ ഹറാമാണ്, കടുത്ത തെറ്റാണ്. പക്ഷെ ദീനിൽ നിന്ന് പുറത്തു പോകും, കാഫിറാവോ? ഇല്ല. ഒരാൾ വലിയ സമ്പന്നനാണ്, പക്ഷെ സക്കാത്ത് കൊടുക്കലില്ല, പിശുക്കനാണ്. പിശുക്ക് കാരണം ഒരു സക്കാത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അയാൾ ദീനിൽ നിന്ന് പുറത്തു പോകൂല. ചെയ്യുന്നത് ഹറാമാണ്, വലിയ തെറ്റാണ്. അതിനുള്ളത് അയാൾ അവിടെ അനുഭവിക്കേണ്ടി വരും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. അപ്പോ അയാൾ എന്ത് ചെയ്യുന്നത്? ദീനിൽ നിന്ന് പുറത്തു പോകുന്നില്ല, കാഫിറാകുന്നില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന കാരണം കൊണ്ട്.
ഒരാൾക്ക് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, ഹജ്ജ് ചെയ്യാനുള്ള അവസരമുണ്ട്, പക്ഷെ അയാൾ ഹജ്ജ് ചെയ്യുന്നില്ല. മടി കാരണം, പിശുക്ക് കാരണം അയാൾ ഹജ്ജ് നിർവഹിക്കുന്നില്ല. അതുകൊണ്ട് അയാൾ ദീനിന്ന് പുറത്തുമില്ല, അയാൾക്ക് കുറ്റമുണ്ട്. പക്ഷെ നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരം നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവന് കാഫിറാൻ. ഇതൊക്കെ നിഷേധിക്കുകയാണെങ്കിൽ കാഫിറാവും. ഒരാൾ റമദാൻ നോമ്പ് നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ കാഫിറാകും. സക്കാത്ത് നിർബന്ധമല്ല എന്ന് വാദിച്ചാൽ, വിശ്വസിച്ചാൽ ദീനിന്ന് പുറത്താകും. കാരണം അതൊക്കെ ഖുർആനും സുന്നത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരാൾ ഹജ്ജ് നിർബന്ധമല്ല എന്ന് വാദിച്ചാൽ കാഫിറാകും. അതാ നിസ്കാരം നിർബന്ധമാണ് എന്ന് അറിഞ്ഞിട്ടും ഒരാൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ ഓന് ദീനിൽ നിന്ന് പുറത്താൻ. കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൗന ശൈഅൻ മിനൽ അഅ്മാലി തർക്കുഹു കുഫ്റുൻ ഗൈറ സ്വലാഹ്. ഒരു കാര്യം ഒഴിവാക്കുന്നത് കൊണ്ട് ഒരാൾ കുഫറിലേക്ക് എത്തുമെങ്കിൽ അത് നിസ്കാരം മാത്രമാണ്. നിസ്കാരം മാത്രമാണ് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ കണ്ടിരുന്നത് എന്നാണ് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 2622 ഹദീസാണ്. ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഒരാള് നിസ്കരിക്കലുണ്ട്, ഓന് കള്ളുകുടിക്കലുമുണ്ട്. നിസ്കരിക്കലുമുണ്ട്, കള്ളുകുടിക്കലുമുണ്ട്. വേറൊരാള് ഓൻ നിസ്കരിക്കുന്നില്ല, എന്നാൽ കള്ളുകൂടിയൊന്നുമില്ല, ആള് വളരെ നീറ്റാണ്, അങ്ങനത്തെ ലഹരി ഉപയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ രണ്ടാളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളാരാണ്? ആരാ? ആദ്യം പറഞ്ഞ ആളാണ്. കള്ളു കുടിക്കുന്നവനാണ്. കള്ളു കുടിക്കാതെ നിസ്കരിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് നിസ്കരിച്ചിട്ടും കള്ളു കുടിക്കുന്നവനാണ്. മറ്റൊരു ദീനും തന്നെ പുറത്താണ്. നിസ്കരിക്കാതെ കള്ളു കുടിക്കാതെ നടക്കുന്നവൻ ദീനും തന്നെ പുറത്താണ്. മറ്റൊരു ദീനൊന്നും പുറത്തു പോകുന്നില്ല. കള്ളു കുടിക്കാന്നുള്ള വലിയ തെറ്റാണ്, ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി 40 അടി അടിച്ചിരുന്നു മദ്യപാനിയെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തും 40 അടി ഉണ്ടായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് 80 അടിയാക്കിയിട്ട് ഉയർത്തി. ഒരാള് കണ്ടുപിടിച്ച് ലഹരിബാധ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ 40 ദിവസത്തോളം നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂലാണ്. നിസ്കാരം സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ 40 ദിവസവും നിസ്കരിക്കണമെന്നല്ല, നിസ്കരിക്കണോ, പക്ഷെ നിസ്കരിച്ചാൽ അതിന് കൂലിയില്ല. നമ്മളൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടും. ഒന്ന്, നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ ഒഴിവാക്കുകയാണ്. 2, നമ്മൾ നിർവഹിച്ച നിസ്കാരത്തിന് കൂലിയുണ്ട്. എന്നാൽ കള്ളു കുടിച്ചിട്ട് ലഹരിബാധ ഉണ്ടായ ഒരു 40 ദിവസം നിസ്കരിച്ചാല് ഒരാ ഉത്തരവാദിത്വം ഒഴിവാക്കുന്നേ ഉള്ളൂ, ആ നിസ്കാരത്തിന് നമുക്ക് കൂലി കിട്ടുന്നില്ല. അപ്പൊ കണ്ടുപിടി എന്നുള്ള വലിയ വിഷയമാണ്. പക്ഷെ അതിനേക്കാളും ഗൗരവമുള്ള വിഷയമാണ് നിസ്കരിക്കാതിരിക്കുക എന്നത്. അല്ലെ, നിസ്കരിക്കാത്തവൻ കാഫിറാന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള കാര്യമാണ് അത്. അതിന്റെ അർത്ഥം എന്താണ്? ഓന് പെണ്ണെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല. നിസ്കരിക്കാത്തവന് നമ്മളെ പുരയിൽ വന്നിട്ട് നിങ്ങളെ മോളെ കെട്ടിച്ചോ ചോദിച്ചാല് നമുക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല, അവൻ കാഫിറാൻ. ഓന് അറുത്തത് തിന്നാൻ പറ്റൂല. ഓർക്കൊരു കോഴിക്കട ഉണ്ട്, ഓൻ പള്ളി വരലില്ല, നിസ്കരിക്കലില്ല, ഓനാണ് അവിടെ അറവ് നടത്തുന്നത്. ഓൻ അറുത്തത് നമുക്ക് തിന്നാൻ പറ്റൂല, കാരണം ഓന് കാഫിറാൻ. ഓൻ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റൂല. മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ അവരെ മറവ് ചെയ്യാൻ പറ്റൂല, കുളിപ്പിക്കാൻ പറ്റൂല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയുന്നത്, ഒരു നിസ്കരിക്കാത്ത മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു കുഴി എടുത്തിട്ട് എവിടെങ്കിലും കൊണ്ടുപോയിട്ട് ഓനെ കുഴിച്ചിടുക. കാരണം അവന്റെ ബോഡി പുറത്ത് കിടന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് നാറും, ബാക്കിയുള്ളവർക്ക് ഇടങ്ങറാൻ. അതില്ലാതിരിക്കാൻ എവിടെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടുക എന്നാണ്. ഈ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നിസ്കരിക്കാത്ത ഒരാളുണ്ട്, ഓൻ നിസ്കരിക്കലില്ല എന്ന് നമുക്കറിയാം, ഓൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മയ്യിത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, ജനാസ നിസ്കാരത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ ആ മയ്യിത്ത് പള്ളിയിലേക്ക് ജനാസ നിസ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്നാൽ അവർ ബാക്കിയുള്ള മുസ്ലിങ്ങളെ വഞ്ചിച്ചു എന്നാണ്. കാരണം മയ്യിത്ത് നിസ്കാരം ഉള്ളത് മുസ്ലിമിനാണ്, കാഫിറിന് മയ്യിത്ത് നിസ്കാരമില്ല. ഈ നിസ്കരിക്കാത്ത മനുഷ്യൻ കാഫിറാൻ. ആ കാഫിറിന് മേലെ നിസ്കരിക്കാനാണ് ബാക്കിയുള്ള മുസ്ലിങ്ങളെ ഇവർ ക്ഷണിക്കുന്നത്. അത് ഉണ്ടാകാൻ പാടില്ല, അത് അവരോട് കാണിക്കുന്ന വഞ്ചനയാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ പറഞ്ഞ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5 പോയിന്റുകൾ. ഇനി ഈ കിതാബിന്റെ ഒരു ശൈലി നമ്മൾ സൂചിപ്പിച്ചു. ആദ്യം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഷർത്തുകൾ പറയാൻ, നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനകൾ എണ്ണി പറയുന്നു. പിന്നെ അതിനുശേഷം വാജിബാത്തുകൾ, അതിനു മുമ്പ് റുക്നുകൾ, പിന്നെ അതിനുശേഷം വാജിബാത്തുകൾ. ആ ഒരു ക്രമത്തിലാണ്
തർത്തീബിലാണ് ഈ കിതാബ് ഉള്ളത്. അപ്പൊ ഓരോ ഷർത്തും റുക്കനും വാജിബും ഒക്കെ പറയുമ്പോൾ വിശദമായിട്ട് നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അത് പഠിക്കുന്ന കൂടെ തന്നെ നിസ്കാരത്തിന്റെ രൂപവും നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ എന്താണ് ഒരാൾ ഷർത്തും റുക്കനും വാജിബും ഒന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ പ്രശ്നം? ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നാലാൾക്കാര് നിസ്കരിക്കാണ്, 4 പെണ്ണുങ്ങളാന്ന് വിചാരിച്ചോളൂ. ഓരോ വീട്ടിൽ വെച്ചിട്ട് 4 ആൾക്കാർ 4 വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ. ഒന്നാമത്തെ ആള് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല, അല്ലാഹുമ്മ ബാഇദ് ബൈനി ചൊല്ലിയിട്ടില്ല എന്ന് വിചാരിക്കുക. നേരെ അഊദു ചൊല്ലി ഫാത്തിഹ ഓതി നിസ്കരിച്ചു. രണ്ടാമത്തെ ആള് ഒരു സുജൂദിൽ പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല, ബോധപൂർവം പ്രാർത്ഥന ചൊല്ലാതെയാണ് നിസ്കരിച്ചത്. സുബ്ഹാന റബ്ബിയൽ അല, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, ഒന്നും ചൊല്ലിയിട്ടില്ല, അങ്ങനെ നിസ്കരിച്ചു. സുജൂദിലെ പ്രാർത്ഥനയാണ് അവര് ഒഴിവാക്കിയത്. മൂന്നാമത്തെ ആള് വുദൂ ഇല്ലാതെയാണ് നിസ്കരിച്ചത്. നാലാമത്തെ ആള് ഒരു സുജൂദ് തന്നെ ചെയ്തിട്ടില്ല, ഒറ്റ സുജൂദാ ചെയ്തത്. ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് നേരെ ഖിയാമിലേക്ക്, നൃത്തത്തിലേക്കാണ് നിന്നത്. ഈ 4 ആൾക്കാരുടെ നിസ്കാരവും ഒരുപോലെയാണോ? എല്ലാവരും ഓരോ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാവരുടെ നിസ്കാരവും ഒന്നാണോ? ഇതിലിപ്പോ ആരുടെ നിസ്കാരം സ്വീകാര്യോഗ്യമായ നിസ്കാരം ഉള്ളത്? ആർക്കെങ്കിലും സ്വീകാര്യാണോ? ഒന്നാമത്തെ ആളുടെ നിസ്കാരം സ്വീകാര്യോഗ്യമാണ്. അയാൾ ഒഴിവാക്കിയത് എന്താണ്? പ്രാരംഭ പ്രാർത്ഥനയാണ്. ദുആ ഉൽ ഇസ്തിഫ്താഹ് എന്നത് നിസ്കാരത്തിന് സുന്നത്താണ്. അപ്പൊ സുന്നത്തായ ഒരു കാര്യം ഒരാള് ഒഴിവാക്കി, ബോധപൂർവ്വം ഒഴിവാക്കി അല്ലെങ്കിൽ മറന്നുകൊണ്ട് ഒഴിവാക്കി, അത് അയാളുടെ നിസ്കാരത്തെ ബാധിക്കുകയില്ല. അയാൾക്ക് അതിന്റെ കൂലി കിട്ടൂല, പക്ഷെ അത് അയാളുടെ നിസ്കാരത്തിന് സ്വീകാര്യതയെ ബാധിക്കുന്ന കാര്യമല്ല. രണ്ടാമത്തെ ആള് സുജൂദിലെ പ്രാർത്ഥനയാണ് ഒഴിവാക്കിയത്. സുജൂദിലെ പ്രാർത്ഥന ഒഴിവാക്കി, നിസ്കാരം ശരിയാവോ? ബോധപൂർവ്വം ഒഴിവാക്കിയതാണെങ്കിൽ ശരിയാവോ? ബോധപൂർവ്വം ഒരാള് സുജൂദിലെ പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല എങ്കിൽ നിസ്കാരം ബാത്തിലാകും, നിസ്കാരം ശരിയാവൂല. ഇനി മറന്നിട്ടാണെങ്കിലോ ശരിയാവോ? ശരിയാകും, പക്ഷെ എന്ത് ചെയ്യണം? അവസാനം സഹ്വിന്റെ 2 സുജൂദുകൾ ചെയ്യണം. കാരണം സുജൂദിലെ പ്രാർത്ഥന എന്നുള്ളത് നിസ്കാരത്തിന്റെ വാജിബായ ഒരു കാര്യം ഒരാള് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാകും. മറന്നിട്ടാണെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി? സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതി. മൂന്നാമത്തെ ആൾ വുദൂ ചെയ്യാതെയാണ് നിസ്കരിച്ചത്, ഓരോ നിസ്കാരം ശരിയാവൂല. ഞാൻ വുദൂ ഇല്ലാതെ ഒരു 1000 വട്ടം നിസ്കരിച്ചാലും ഓരോ നിസ്കാരം സ്വീകാര്യാവൂല. അള്ളാഹു നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ ഓൾക്ക് വുദൂ വേണം. നാലാമത്തെ ആള് ഒരു സുജൂദ് തന്നെ ചെയ്തിട്ടില്ല, അപ്പോഴോ നിസ്കാരം ശരിയാവും? സുജൂദിലെ പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല, നിസ്കാരം ശരിയാവില്ല. പിന്നെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിസ്കാരം ശരിയാവൂല. എന്നാൽ അയാള് അവസാനം സഹബിന്റെ 2 സുജൂദ് ചെയ്താലോ അപ്പൊ ശരിയാവും? അപ്പോഴും ശരിയാവൂല. അയാൾ എന്ത് ചെയ്യണം? ആ സുജൂദ് തിരിച്ചെടുക്കണം. കുറെ കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ഓർമ്മ വരുന്നെങ്കിൽ നിസ്കാരം തന്നെ അയാൾ എന്ത് ചെയ്യണം? മടക്കി നിർവഹിക്കേണ്ടി വരും. അല്ല എങ്കിൽ അപ്പൊ തന്നെ സലാം വീട്ടി ഉടനെ ഓർമ്മ വന്നു, അയാൾ എന്ത് ചെയ്താൽ മതി? ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഈ നിസ്കാരത്തിനിടയിൽ തന്നെ ഓർമ്മ വന്നാൽ അയാൾ ആ റുക്കിനിലേക്ക് തന്നെ തിരിച്ചു പോയാൽ മതി. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വിശദമായിട്ട് വരുന്ന ദർസുകളിൽ പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഷർത്ത്, റുക്കിന്, വാജിബ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് എന്നതിന് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് ഈ കിതാബ് കൈകാര്യം ചെയ്യുന്ന വിഷയം. ഇതൊക്കെ വേർതിരിച്ചറിഞ്ഞാലാണ് ഞാൻ മാറ്റി നിസ്കരിക്കണോ, മടക്കി നിർവഹിക്കണോ, അതല്ല സഹ്വിന്റെ സുജൂദ് ചെയ്യണോ, സഹ്വിന്റെ സുജൂദ് ചെയ്താൽ പരിഹാരമാകുമോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. അള്ളാഹു കാര്യങ്ങൾ ശരിക്ക് ഗ്രഹിക്കാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇനി നമ്മളൊരു ഗ്രന്ഥത്തെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ആ ഗ്രന്ഥം രചിച്ച ആളെ പറ്റിയിട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ആരെങ്കിലും എഴുതിയ കിതാബ് അല്ല നമ്മൾ വായിക്കേണ്ടത്. അയാൾ സ്വീകാര്യോഗ്യനാണോ, അയാളുടെ അടുത്ത് നിന്ന് നമുക്ക് ഇൽമ എടുക്കാൻ പറ്റുമോ എന്ന് അറിയണം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. ഷെയ്ഖിന്റെ ഒരുപാട് കിതാബുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ആ കിതാബുകളുടെ ദർസിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്
റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിന്റെ പേര് എന്താ? ഷെയ്ഖിന്റെ പേര് അബ്ദുൽ വഹാബ്. അതാണോ ഷെയ്ഖിന്റെ പേര്? മുഹമ്മദ് അല്ലെ? മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. മുഹമ്മദ് ആണ് ഷെയ്ഖിന്റെ പേര്, അബ്ദുൽ വഹാബ് ഉപ്പാന്റെ പേരാണ്. അപ്പൊ ആ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ അത്തമീമി, ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ അത്തമീമി ഹിജറ 1115 അദ്ദേഹം ജനിക്കുന്നത്. ഹിജറ 1115 അദ്ദേഹം ജനിക്കുന്നത്. 1206 അദ്ദേഹം വഫാത്താകുന്നത്. 1206. അപ്പൊ ഏത് നൂറ്റാണ്ടുകാരനാണ്? ഹിജറ എത്രാം നൂറ്റാണ്ടുകാരനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല? ഹിജറ 12 13? എങ്ങനെ നൂറ്റാണ്ട് നോക്കുക? 12 ഉറപ്പാ? ഹിജറ 13 നൂറ്റാണ്ടുകാരനാണ്. ഇപ്പൊ നൂറ്റാണ്ട് നോക്കുക എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ 100 മുതൽ 199 വരെ 2-ാം നൂറ്റാണ്ടാണ്. 200 മുതൽ 299 വരെ 3-ാം നൂറ്റാണ്ടാണ്. 300 മുതൽ 399 വരെ 4-ാം നൂറ്റാണ്ടാണ്. അപ്പോ ഹിജറ 1206 മുതൽ 1299 വരെ 13-ാം നൂറ്റാണ്ടുകാരനാണ്. നമ്മൾ ഹിജറ എത്രാം നൂറ്റാണ്ടിലാണുള്ളത്? ഹിജറ 15-ാം നൂറ്റാണ്ടിലാണ് നമ്മളുള്ളത്. ഓക്കെ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ജനിക്കുന്നത് അറിവിന്റെ കാര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ്. ഈ വലിയ വലിയ പണ്ഡിതന്മാരുടെയും ഷെയ്ഖുമാരുടെ ഒക്കെ ജീവിതം വായിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഗതി, നശഅ ഫീ ബൈത്തി ഇൽമിൻ, ഒരു വളർന്നത് ഇൽമ നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിലാണ്. അങ്ങനത്തെ ഒരു പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. ഒരു കുട്ടി വളരുന്ന സാഹചര്യം ആ കുട്ടിയുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് ആ പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ ഉപ്പ അന്നത്തെ കാലത്ത് വലിയ ആലിമുകളിൽപ്പെട്ട ഒരാളായിരുന്നു. നാട്ടിലെ പല ഭാഗങ്ങളിലെയും ഖാദിയായിരുന്നു. അദ്ദേഹത്തിന്റെ വല്യുപ്പ സുലൈമാൻ റഹിമഹുല്ല, അദ്ദേഹം ഫിഖ്ഹിൽ നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അവിടുത്തെ മുഫ്തിയായിരുന്നു. ഒരുപാട് ശിഷ്യന്മാരുള്ള വലിയ പണ്ഡിതനായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ വല്യുപ്പ സുലൈമാൻ റഹിമഹുല്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ സഹോദരൻ ഇബ്രാഹിം ഇബ്നു സുലൈമാൻ, അദ്ദേഹവും പാണ്ഡിത്യത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മുമ്പിലായി. അപ്പൊ ഇങ്ങനെ വിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യവും അന്തരീക്ഷവും അദ്ദേഹത്തിന്റെ ജീവിതത്തെ നന്നായിട്ട് സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല വളരെ ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ കംപ്ലീറ്റ് ഹിഫ്ള് ചെയ്തിരുന്നു. അതും ഷെയ്ഖുമാരുടെയും ഇമാമുമാരുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു ക്വാളിറ്റിയാണ്. ചെറുപ്പത്തിലെ അവരെന്ത് ചെയ്തിട്ടുണ്ടാകും? ഖുർആൻ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടാകും. 10ാമത്തെ വയസ്സിന് മുമ്പ് തന്നെ ഖുർആൻ ഹാഫിളായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുട്ടിയെ ഖുർആൻ പഠിപ്പിക്കാൻ തന്നെ നമ്മൾ ആലോചിക്കുന്ന സമയം നമുക്ക് 10 വയസ്സ് കഴിഞ്ഞാലാണ്. മുൻഗാമികളുടെ ഒന്നും രീതി അതായിരുന്നില്ല. ഇപ്പോഴും പുറത്ത് ഗൾഫ് നാടുകളിലും സൗദി അറേബ്യയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സിസ്റ്റം അത് തന്നെയാണ്. ഏതായാലും 10ാമത്തെ വയസ്സിന് മുമ്പ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഖുർആൻ ഹിഫ്ളാക്കി. ഉപ്പയിൽ നിന്നാണ് അദ്ദേഹം ഹംബലി ഫിഖ് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കിതാബും ഹംബലി മദ്ഹബ് ബേസ് ചെയ്തിട്ടുള്ള കിതാബാണ്. അപ്പൊ ഹംബലി ഫിഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പഠിച്ചത് ഉപ്പയിൽ നിന്നാണ്. തഫ്സീർ, ഹദീസ്, ഉസൂലുകൾ ഒക്കെ പഠിക്കുന്നത് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയിൽ നിന്നാണ്, ഉപ്പയിൽ നിന്നാണ്. ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം റഹിമഹുമുല്ലാഹ്, ഇവരുടെ രണ്ടുപേരുടെയും കിതാബുകൾ ഷെയ്ഖിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ കിതാബുകളിൽ നിന്നാണ് അദ്ദേഹം അഖീദ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്യുവർ കറ കളഞ്ഞ അഖീദയാണ്, അഹ്ലുസുന്നയുടെ അഖീദയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ അഖീദ. അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സൈഡ് പോയിന്റ്, ഒരു കുട്ടിയുടെ ആദ്യത്തെ മദ്രസ എന്ന് പറഞ്ഞാല് ഓന്റെ വാപ്പയും ഓന്റെ ഉമ്മയും ആണ്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയുടെ മദ്രസയാകാൻ നമുക്കൊക്കെ ക്വാളിറ്റി ഉണ്ടോ, നമ്മളൊക്കെ അതിന് അർഹരാണോ, അത്ര വിവരമൊക്കെ നമുക്കുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ചിന്തിക്കണം. അറിവ് തേടിയിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ യാത്രകൾ വലിയ സംഭവമാണ്. ബസറയിൽ അദ്ദേഹം എത്തി.
മക്കയിലും മദീനയിലും ഒക്കെ എത്തി. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമുള്ള ഏത് നാട്ടുകാരനാണ്? സൗദി അറേബ്യക്കാരനാണ്. ബസറയിലുള്ള സമയത്താണ് അദ്ദേഹം കിതാബ് തൗഹീദ് രചിക്കുന്നത്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമുള്ളയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്കൊക്കെ ആദ്യം വരുന്ന ചിത്രം കിതാബ് തൗഹീദിന്റെ ചിത്രമാണ്. അദ്ദേഹം ബസറയിലുള്ള സമയത്താണ് ആ കിതാബ് രചിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ബസറയിൽ എത്തി എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏത് കാലത്താണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. 2 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം യാത്രാ സൗകര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, അവരതിനെടുത്ത റിസ്ക് എത്രയായിരിക്കും, അവരുടെ എഫേർട്ട് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഇതിന്റെ കൂടെ ചിന്തിക്കുക. ഷാമിലേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹത്തെ കൊള്ളക്കാർ പിടികൂടുന്നുണ്ട്. കൊള്ളക്കാർ പിടികൂടി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുതലൊക്കെ കൊള്ളയടിച്ചു. അദ്ദേഹത്തിന് തല കടിച്ചു പൊട്ടിക്കുന്ന ചരിത്രമൊക്കെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി പിന്നീട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇൽമ് തേടിയിട്ട് ഉലമാക്കൾ നടത്തിയ യാത്രകൾ അത് ഇടങ്ങറില്ലാത്ത, റിസ്ക് ഇല്ലാത്ത യാത്രകളായിരുന്നില്ല. അതിനു വേണ്ടിയിട്ട് അവരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ മത്തിന് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ടാണ് എഴുതി പൂർത്തിയാക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആണ്, പൈസ കൊടുത്താൽ കിതാബ് കിട്ടും. ഒന്നും വേണ്ട, നമ്മുടെ മൊബൈലിൽ ടെക്സ്റ്റിന്റെ ഒരു ഭാഗം അടിച്ചു കൊടുത്താൽ, ഹദീസിന്റെ ടെക്സ്റ്റിന്റെ ഒരു ചെറിയ ഭാഗം അടിച്ചു കൊടുത്താൽ അതിന്റെ ബാക്കി ഹദീസ് നമ്മളെ കയ്യിൽ കിട്ടും. അന്ന് കിതാബില്ല, കോപ്പി എടുക്കാനുള്ള സംവിധാനങ്ങളില്ല. അവർക്ക് പഠിക്കണമെങ്കിൽ ഒരു എഴുതിയെടുക്കണം. സഹീഹ് ബുഖാരി കംപ്ലീറ്റ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് എഴുതിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അൽഫിയത്ത് ഇബ്നു മാലിക്, അറബി ഭാഷയിലെ ഗ്രാമറിലെ ഏറ്റവും പ്രമുഖമായ പ്രസിദ്ധമായ കിതാബാണ് അൽഫിയത്ത് ഇബ്നു മാലിക്. 1000 ബൈത്തുകളാണ്. ആ 1000 ബൈത്തുകൾ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഹിഫ്ളാക്കിയിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ത്യാഗങ്ങൾ സഹിച്ചത് കൊണ്ടാണ് അവർക്ക് അള്ളാഹു സ്വീകാര്യത നൽകിയിട്ടുള്ളത്. അതിന്റെ റിസൾട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ദഅവത്തിലും പ്രബോധനത്തിലും ഇൽമിന്റെ പ്രചാരണത്തിലും ഒക്കെ നമ്മൾ കാണുന്നത്. ഇനി മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ പ്രബോധനത്തെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നിപ്പോ സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിലേക്ക് വരുന്ന ആ ഗ്രീൻ ഫ്ലാഗ് ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുള്ള ആ ഫ്ലാഗ്. പക്ഷെ ആ സൗദിക്ക് പഴയൊരു ചരിത്രമുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ജനിക്കുന്ന, വളരുന്ന സൗദി അറേബ്യയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഒരു അന്തരീക്ഷമായിരുന്നില്ല. അവിടെ ശിർക്ക് ഉണ്ടായിരുന്നു. മരങ്ങളെയും കല്ലുകളെയും ആരാധിച്ചിരുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യാൻ അവർക്കൊരു മടിയില്ല. എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. കള്ളസത്യം, അള്ളാഹിന്റെ പേരിൽ കള്ളസത്യം ചെയ്യാൻ അവർക്ക് പേടിയില്ല. പക്ഷെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ കള്ളസത്യം ചെയ്യാൻ അവർക്ക് പേടിയായിരുന്നു. മിമ്പറിന്റെ മുകളിൽ നിന്ന് വരെ ഖതീബുമാർ ശിർക്കിന്റെ വാക്കുകളും വാചകങ്ങളും ചൊല്ലിയിരുന്ന ഒരു കാര്യം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. ഖബറുകൾ ആരാധിച്ചിരുന്നവർ, അതുപോലെ തന്നെ മരങ്ങൾ ആരാധിച്ചിരുന്നവർ, ഇതൊക്കെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല വരുന്ന കാലത്ത് സൗദി അറേബ്യയുടെ ഒരു ചിത്രമായിരുന്നു. ആ ഇരുട്ടിലേക്കാണ് ഇസ്ലാമിന്റെ വെളിച്ചവുമായി, ഖുർആനിന്റെ ശബ്ദവുമായി, തൗഹീദിന്റെ വെളിച്ചവുമായിട്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഇറങ്ങുന്നത്. ആ മേഖലയിൽ വല്ലാത്ത പോരാട്ടം കാഴ്ചവെക്കുന്നത്. ആ ദഅവത്തിന്റെ റിസൾട്ടാണ് ഇന്നും സൗദി അറേബ്യയിൽ നമ്മൾ കാണുന്നത്. ആലു ഷെയ്ഖ്, സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ ഗ്രാൻഡ് മുഫ്തി ആരാണ്? ഇപ്പോഴത്തെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളുള്ളയാൻ. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ല. ഈ ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? ആലു ഷെയ്ഖ്, ആല് എന്ന് പറഞ്ഞാൽ കുടുംബാൻ, അഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല. ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖിന്റെ കുടുംബം, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്നാണ് അതിന്റെ അർത്ഥം. ആലു സഊദ്, അതാണ് അവിടുത്തെ രാജ കുടുംബം. സഊദ് രാജാവും മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയും കൈകോർത്തിട്ടാണ് സൗദി അറേബ്യ ഇന്ന് കാണുന്ന തൗഹീദിന്റെയും സുന്നത്തിന്റെയും നാടായിട്ട് മാറുന്നത്. ആലു സഊദ് കുടുംബം ഭരണത്തിലേക്ക് വരുന്നതിലൊക്കെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ വൈജ്ഞാനികമായ ഒരുപാട് സംഭാവനകൾ ഉണ്ട്. ഈ പൊതുവെ ഷെയ്ഖിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാരൊക്കെ നെറ്റിച്ചുളിക്കും. അല്ലെ, ഷെയ്ഖിന് ഒരുപാട് ശത്രുക്കളുണ്ട്, എതിരാളികളുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ തന്നെ ചില ആൾക്കാരൊക്കെ കളിയാക്കിയിട്ട് വിളിക്കാറുള്ളത്
വഹാബികൾ എന്നാണല്ലോ. ആ വഹാബികൾ എന്നുള്ള കളിയാക്കി പേര്, പരിഹാസ പേര് വന്നതും ആരിലേക്ക് ചേർത്തിട്ടാണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയിലേക്ക് ചേർത്തിട്ടാണ്. അവിടെ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്: ദഅവത്തുമായി വന്ന ആരെയും ജനങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. ശരിയായ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിച്ച ഒരാളെയും ആരും വെറുതെ വിട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വെച്ചിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. ആദ്യമായിട്ട് കാണാൻ പേടിച്ച് മറച്ചിട്ട് ഖദീജ ബീവിന്റെ അടുക്കലേക്ക് ഓടി വന്നു. സമ്മിലൂനി സമ്മിലൂനി. അവിടുന്ന് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോയി വറഖത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്ക്. എന്താ വറക്ക പറയുന്നുണ്ട്, ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്ന മലക്കാൻ. എന്നിട്ട് വറക്ക പറയുന്ന വാക്ക്, നിന്റെ ജനത നിന്നെ പുറത്താക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ശക്തമായിട്ടുള്ള പിന്തുണ ഞാൻ തരും. പക്ഷെ പിന്നെ വറക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് തുടങ്ങുന്ന സമയത്തൊന്നും ജീവിച്ചിരിക്കുന്നില്ല. അപ്പൊ അവിടെ കൗതുകത്തോടു കൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവ മുഖ്രിജിയക്കും, അവരെന്നെ പുറത്താക്കുവോ? എന്റെ നാട്ടുകാരെന്നെ പുറത്താക്കുവോ? അപ്പൊ വറഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്, ഈ ദൗത്യമായിട്ട് മുമ്പ് ആരൊക്കെ വന്നിട്ടുണ്ടോ ഓരൊക്കെ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അവരെ ആരും രണ്ട് കൈയും നീട്ടിയിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോ അതൊക്കെ നേരിടേണ്ടി വരും. അപ്പൊ അതാണ് ബേസിക് ആയിട്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ടുള്ള ആരോപണങ്ങളുടെ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ശരിയായ ദീന് പ്രബോധനം ചെയ്യുന്ന ആളുകൾക്ക് ശത്രുക്കൾ ഉണ്ടാകും, എതിരാളികൾ ഉണ്ടാകും. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ട് എതിരാളികൾ പറയുന്ന വലിയ ആരോപണങ്ങളാണ്. അദ്ദേഹം ISIS കാരനാണ്, തീവ്രവാദിയാണ്, മുസ്ലിങ്ങളെ കാഫിറാക്കിയ ആളാണ്, ആലുബൈത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോട് അദ്ദേഹത്തിന് സ്നേഹമില്ല, നബിയോട് ആദരവില്ല, നബിന്റെ പേര് കേട്ടാല് സ്വലാത്ത് ചൊല്ലൂല. ഇങ്ങനത്തെ ഒരുപാട് ആരോപണങ്ങൾ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ പേരിൽ നമ്മൾ കേൾക്കും. എല്ലാ ആരോപണങ്ങൾക്കുള്ള മറുപടി മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഷെയ്ഖേ മരിച്ചിട്ടുള്ളൂ, ഷെയ്ഖിന്റെ ഗ്രന്ഥങ്ങൾ ബാക്കിയാണ്. ആ ഗ്രന്ഥങ്ങളാണ് ആ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത്. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫ്ളുള്ള പറയുന്നുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിൽ ചെന്നായക്ക് റോളൊന്നുമില്ലല്ലോ. സഹോദരന്മാര് വന്നിട്ട് പറഞ്ഞത് എന്താണ്? യൂസുഫിനെ അക്കലഹുദ്ദി, ചെന്നായ തിന്നൂന്ന് പറഞ്ഞത്. പക്ഷെ ആ ചെന്നായ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നോ? ചെന്നായ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ചെന്നായക്ക് റോളില്ലാത്തത് പോലെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ട് പറയുന്ന ആരോപണങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് പങ്കില്ല. ഒരു ദിവസം പോലും മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ടില്ല. ഷെയ്ഖിന്റെ ഒരു കിതാബിൽ നിങ്ങൾ വഹാബി ആകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷണം നമ്മൾ കാണൂല. ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് ഷെയ്ഖ് ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. ഖുർആന്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മുൻനിർത്തിയിട്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ കിതാബുകൾ ഉള്ളത്. ഷെയ്ഖിന്റെ 6-7 മക്കൾ, 7 മക്കളിൽ എല്ലാവരുടെ പേരും അഹ്ലുബൈത്തിന്റെ പേരാണ്. ഒരാളുടേത് ഒഴികെ. ഒരാളുടെ പേര് അബ്ദുൽ അസീസ് എന്നാണ്. ബാക്കിയുള്ള ആൾക്കാരുടെ പേരൊക്കെ നബി കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുടെ പേരാണ്. ഹസൻ, ഹുസൈൻ, അലി, ഫാത്തിമ, അബ്ദുള്ള, ഇതൊക്കെയാണ് ഷെയ്ഖിന്റെ മക്കളുടെ പേര്. അപ്പൊ കരളിന്റെ കഷ്ണങ്ങളായ മക്കൾക്ക് നബി കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുടെ പേര് വെച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ആ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ട് നമ്മൾ എങ്ങനെ പറയാം? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലക്ക് നബി കുടുംബത്തോട് സ്നേഹമില്ല, അഹ്ലുബൈത്തിന്റെ എതിരാളിയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്ന് ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫ്ളഹുല്ലാഹ് അദ്ദേഹം ഒരു ദർസ് എടുക്കുന്ന സമയത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ സദസ്സിൽ ഒരാള് വളരെ മോശമായിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ട് എതിർത്ത് സംസാരിക്കാൻ, ഷെയ്ഖ് അഹ്ലുബൈത്തിനോട് നബി കുടുംബത്തോട് സ്നേഹമില്ലാത്ത ആളാണ്, അവരെ ബഹുമാനിക്കാത്തവരാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഉച്ചത്തിൽ സംസാരിക്കാൻ. അപ്പൊ അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതിനുള്ള തെളിവ് എന്താണ്? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല നബി കുടുംബത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിനുള്ള തെളിവ് എന്താണ്? അപ്പൊ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച മനുഷ്യൻ ഒരു നിമിഷം ഷോക്കായി പോവാണ്. അയാൾ പറയാണ്, അങ്ങനല്ലേ? അത്ര വളരെ വൈകാരികമായിട്ട് സംസാരിച്ചിട്ട് അതിനെതിരെ ഒരു കമന്റ് വന്നപ്പോൾ അയാൾ ചോദിക്കാണ്, അങ്ങനെ തന്നെ അല്ലേ? അത്രക്കും ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് പലരും എന്ത് ചെയ്യുക, വളരെ സധൈര്യം അടിച്ചു വിടുക. എന്നിട്ട് ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫ്ളഹുല്ലാഹ് പറയാണ്,
ഞാൻ നിങ്ങൾക്ക് വലിയൊരു തുക സമ്മാനമായിട്ട് തരാം. ഷെയ്ഖിന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് നിങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലക്ക് നബി കുടുംബത്തോട് സ്നേഹമില്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ, അവരോട് അനാദരവായിട്ട് എന്തെങ്കിലും ഒരു വരി കാണിച്ചു തരികയാണെങ്കിൽ, ആ തുക ഞാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരും. ഈ സദസ്സിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടാളുകളെ സാക്ഷികളായിട്ട് നിശ്ചയിക്കുകയും ചെയ്യാം. ഇനി ഷെയ്ഖിന് നബി കുടുംബത്തോട് സ്നേഹമുണ്ട് എന്നതിന് എത്ര തെളിവുകൾ നിങ്ങൾക്ക് വേണോ അതൊക്കെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ കിതാബിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുന്ന ആരോപണങ്ങൾ, അതുമായിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലക്ക് ഒരു പങ്കുമില്ല. വളരെ നിഷ്കളങ്കമായിക്കൊണ്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും അള്ളാഹുവിലേക്കും ക്ഷണിച്ച മനുഷ്യനാണ്, വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല. ഷെയ്ഖിനെതിരെയുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടി ഷെയ്ഖിന്റെ കിതാബുകൾ തന്നെയാണ്, ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല വഫാത്താകുന്നത് ഹിജ്റ 1206 നമ്മളുള്ളതോ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല വഫാത്താകുന്നത് ഹിജ്റ 1206 എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളുള്ളത് ഹിജ്റ 1440 ഒരു കൊല്ലം ബാക്കിലാണ് അല്ലെ, 47 അപ്പോ എത്ര വർഷങ്ങൾ കഴിഞ്ഞു, പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോ വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ജീവിച്ച ഒരാൾ എഴുതിയ കിതാബാണ് ഇന്ന് വെളത്തൂർ ഈ പള്ളിയിൽ ഇരുന്നിട്ട് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യാണ്. ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. 3 കാര്യങ്ങൾ ബാക്കിയാവുന്ന പറഞ്ഞത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നെണ്ണിയത് ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവാൻ. അതിനുള്ള സാക്ഷിയാണ് ഈ കിതാബ്. ഇങ്ങനത്തെ എത്ര കിതാബുകളുണ്ട്. അപ്പൊ ഇൽമ് ബാക്കിയാക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വലിയ പണ്ഡിതനാകണം, നമുക്ക് കുറെ അറിവ് വേണം. അത്ര ഒന്നും ഇല്ല എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൽമുകൾ ബാക്കിയാക്കാൻ പറ്റും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്, ആ പേര് കേൾക്കാത്ത ആരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഈ ആധുനിക കാലത്ത് ജീവിച്ച വിജ്ഞാന വടവൃക്ഷം, അറിവിന്റെ മഹാസാഗരം മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്. എല്ലാ ഫന്നിലും എല്ലാ വിഷയങ്ങളിലും ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന ഉണ്ടാകും. ഇസ്ലാമിക് ലൈബ്രറികളിലേക്കൊക്കെ കയറി ചെന്നാൽ അത്ഭുതമാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ ഗ്രന്ഥങ്ങൾ. പക്ഷെ ആ ഗ്രന്ഥങ്ങളൊന്നും ഷെയ്ഖിന്റെ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയതല്ല. ഷെയ്ഖ് നടത്തിയ ദർസുകളാണ്. ആ ദർസുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു. അത് പിന്നീട് ശിഷ്യന്മാര് എഴുതിയെടുത്തു, അത് പ്രിന്റ് എടുത്തു, അത് പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്തു. അപ്പൊ ആ ഇൽമിന്റെ പ്രചാരണത്തിൽ ഷെയ്ഖിന് മാത്രമല്ല കൂലി കിട്ടുന്നത്. നമ്മളിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, ആ റെക്കോർഡ് ചെയ്യുന്ന ആൾക്ക് അതിന് കൂലിയുണ്ട്. അത് പുറത്തു വിടുന്നു, അത് ആളുകളിലേക്ക് എത്തുന്നു. അപ്പൊ എങ്ങനെങ്കിലുമൊക്കെ ദീനിന്റെ പ്രചാരണത്തിലും ഇൽമിന്റെ പ്രചാരണത്തിലും നമ്മുടെയും ഒരു പങ്ക് നമ്മൾ നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അഹ്മദ് ഷൗക്കിക്ക് വളരെ മനോഹരമായിട്ടുള്ള 2 വരികളുണ്ട്. الناس صنفان موتى في حياتهم وآخرون ببطن الأرض أحياء. ചില മനുഷ്യന്മാരുണ്ട്, ഒരു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മരിച്ചവരാണ്. ഭൂമിക്ക് മുകളിൽ ഒരുണ്ട്, ഭൂമിക്കൊരു ഭാരമായിട്ട്. ഓരെ കൊണ്ട് നാടിനോ നാട്ടുകാർക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ സംഘടനക്കോ ആർക്കും ഒരു പ്രയോജനമില്ല. അങ്ങനെ ജീവിക്കുന്നുണ്ട്. വേറൊരു ടീമുണ്ട്, ഓര് മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അവർ നൽകിയ സംഭാവനകളിലൂടെ അവരിന്നും ജീവിക്കുകയാണ്. ഉള്ളത് മണ്ണിനടിയിലായിരിക്കും, പക്ഷെ അവരുടെ സംഭാവനകൾ മണ്ണിന് മുകളിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ മരിച്ചാലും മരിക്കാത്ത നന്മകൾ ബാക്കിയാക്കാൻ നമുക്കും പറ്റണമെന്നൊരു മെസ്സേജ് കൂടി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല നമുക്ക് നൽകുന്നുണ്ട്. ഏതായാലും ഷെയ്ഖിനെ പറ്റിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ജീവചരിത്രമൊന്നും അല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ചെറിയൊരു വാതിലാണ്, ഇതിനപ്പുറത്തേക്ക് വിശാലമായിട്ടുള്ള ഒരു ലോകമുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ തന്നെ
ഒരു പഠനവും വായനയും ഒക്കെ നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. തൽക്കാലം നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇന്നത്തെ ക്ലാസ് 1-2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഇന്നത്തെ ദിവസം 1-2 ചോദ്യങ്ങളാവാലോ അല്ലെ? ഇൽമു പഠിക്കുന്ന തിരക്ക് കാരണം മത്സ്യം വേവിക്കാനുള്ള നേരം കിട്ടാതെ അവസാനം പച്ചക്ക് മീൻ തിന്ന ഒരാളെ പറ്റി നമ്മൾ പറഞ്ഞു. ആരാണ് അയാൾ? ഇബ്നു അബി ഹാത്തിം അർ-റാസി റഹിമഹുല്ലാ. ഇബ്നു അബി ഹാത്തിം അർ-റാസി റഹിമഹുല്ലാ. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തിയ എന്താന്ന് വെച്ചാൽ അത്രക്കൊക്കെ റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ മുൻഗാമികൾ അറിവന്വേഷിച്ചതും ഇൽമു പഠിച്ചതും. അവർക്ക് അതിലൊരു ആസ്വാദനം ഉണ്ടായിരുന്നു, അതിലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടേസ്റ്റ് നമുക്കും കിട്ടണം. ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാ ആ പേര് നമ്മൾ ഓർത്തു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയത്തുകളിൽപ്പെട്ട ഒരു വസിയത്താണ് നമസ്കാരം. അസ്സലാ അസ്സലാ വമാ മലക്കത് ഐമാനുക്കും. നിസ്കരിക്കാത്തവൻ അർത്ഥം തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റൂല. നിസ്കരിക്കാത്തവൻ കാഫിറാണ്. അവന് അർത്ഥം തിന്നാൻ പറ്റൂല. അവർക്ക് നമ്മളെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല. അവന് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല. മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ അവനെ മറവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നിസ്കാരം എന്നുള്ള വിഷയം എത്ര ഗൗരവമുള്ള സംഗതിയാണെന്നുള്ളത് നമ്മൾ ഓർക്കുക. ദുആഉൽ ഇസ്തിഫ്താഹിന്റെ ഹുക്ം എന്താണ്? പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നതിന്റെ ഹുക്ം സുന്നത്താണ്. സുന്നത്തായ ഒരു കാര്യം ഒരാൾ ബോധപൂർവ്വം ഒഴിവാക്കി നിസ്കാരത്തെ ബാധിക്കുമോ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ള അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ഒരു ഹദീസ് ഗ്രന്ഥം. കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കുന്നത് അദ്ദേഹം എഴുതിയതല്ല, വേറൊരു ഹദീസ് ഗ്രന്ഥം അദ്ദേഹം കൈകൾ കൊണ്ട് എഴുതിയിട്ടാണ് പഠിച്ചെടുത്തത്. ഏതാണ് ആ കിതാബ്? സഹീഹുൽ ബുഖാരിയാണ്. തൽക്കാലം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഏതായാലും അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഈ ഒരു കൂടിയിരുത്തം കാരണം അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറാ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.